നമസ്തേ. നമ്മൾ ഇന്ന് ആഴ്ചഫലമാണ് പറയുന്നത്. 23-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള കാര്യങ്ങൾ. ആദ്യം മേടക്കൂറുകാരുടെ കാര്യം. മേടക്കൂറ് എന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. അവർക്ക് ഈ ആഴ്ചയിൽ പ്രവൃത്തി സാമർഥ്യം ഉണ്ടാവും, ധനപുഷ്ടി ഉണ്ടാവും, സ്ഥാനയോഗം ഒക്കെയുള്ള സമയമാണ്. എങ്കിലും മറ്റുള്ളവരെയൊക്കെ സഹായിക്കുമ്പോൾ ഉടനെ അത് തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം അപ്രതീക്ഷിതമായ ധനച്ചിലവുകൾ വരാം. കടം കൊടുത്താൽ തിരികെ ലഭിക്കാൻ പ്രയാസമുള്ള സമയമാണ്. മാനഹാനിക്ക് യോഗമുള്ള സമയമാണ്. എങ്കിലും തീർത്ഥാടന യോഗവും പ്രവർത്തന വിജയവും മേടക്കൂറുകാർക്കുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ധനപരമായ അപ്രതീക്ഷിതമായ ചില ചിലവുകൾ വരാം. അത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയൊക്കെ വരാം. നമ്മളെ സഹായിക്കുമ്പോൾ ഉടനെ നമുക്കത് തിരികെ കിട്ടും എന്ന് പ്രതീക്ഷിക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി ഇടവക്കൂറുകാരുടെ 23-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള കാര്യം. കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരത്തിൻ്റെ പകുതി ഭാഗമാണ്, ആദ്യ പകുതി ഭാഗമാണ് ഇടവക്കൂറ്. അവർക്ക് ശാരീരിക സുഖം കുറവ് ഉള്ള ഒരു സമയമാണ്. മുറിവുകളൊക്കെ ഉണ്ടാകാൻ യോഗമുള്ള ഒരു സമയമാണ്, ശ്രദ്ധിക്കുക. എങ്കിലും വീടുമായി സംബന്ധിച്ച് ചില ഭാഗ്യങ്ങൾ ഒക്കെ ഉണ്ടാകാം. യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് ചില ഗുണങ്ങൾ ഉണ്ടാകാം. ഈ സ്ഥാനഭ്രംശങ്ങളൊക്കെ തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വാക്കുകളും പ്രവർത്തികളും ഒക്കെയാണ്. അപ്പോൾ സ്ഥാനഭ്രംശങ്ങൾ ഒക്കെ ഉണ്ടാകാം, അതൊക്കെ ശ്രദ്ധിക്കാം. ഉറ്റവരൊക്കെ ആയിട്ട് കലഹങ്ങൾ, അതുമൂലം മനോവിഷമങ്ങൾ, കാര്യങ്ങളിൽ തടസ്സങ്ങളും ഈ ഒരാഴ്ച ഉണ്ടാകാം, അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് മിഥുനക്കൂറുകാരുടെ ഈ 23-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള കാര്യം. മകീരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ്. അവർക്ക് മനോവ്യസനങ്ങൾ, ശാരീരിക ക്ലേശങ്ങളൊക്കെ വർദ്ധിക്കുന്നൊരു സമയമാണ്. കർമ്മരംഗത്ത് ശത്രുക്കൾ മുഖേന കർമ്മവിഘ്നങ്ങൾ വരാം. പിന്നെ സന്താനങ്ങളെ കൊണ്ട് ധനക്ലേശങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. എങ്കിലും ധനവരവൊക്കെ ഉണ്ടാകും. വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് പലപ്പോഴും പാലിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് വാഗ്ദാനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ധനപരമായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് പലപ്പോഴും നമുക്ക് നിറവേറ്റാൻ കഴിഞ്ഞെന്ന് വരില്ല. ധനപരമായ കാര്യങ്ങളിലൊക്കെ ക്ലേശങ്ങൾ, സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് ധനപരമായ കാര്യങ്ങളൊക്കെ മുടക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലവൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. മാനസിക വ്യസനങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ്. ഇനി കർക്കിടക്കൂറുകാരുടെ പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയമാല്യമാണ് കർക്കിടക്കൂറ്. അവർക്ക് 23-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള സമയത്ത് കുറച്ച് പരോപകാരത്വം കൂടുന്ന സമയമാണ്. സ്വന്തക്കാരേക്കാൾ മറ്റുള്ളവരെ സഹായിക്കാൻ കുറച്ച് താല്പര്യം കൂടും. ധനലാഭവും സ്ഥാനപ്രാപ്തിയും ഒക്കെ ഉള്ള സമയമാണ്. എങ്കിലും ശാരീരികമായ അരിഷ്ടതകൾ ഉണ്ടാകും. സന്താന സൗഖ്യം, തൊഴിൽ മേഖലയിലെ ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സമയം കൂടിയാണ്. പിതൃക്ലേശം ഉണ്ടാകും. പിതാവിനോ അല്ലെങ്കിൽ സംബന്ധമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ വരാവുന്ന സമയമാണ് കർക്കിടക്കൂറുകാർക്ക്. ഇനി അടുത്ത ചിങ്ങക്കൂറുകാരുടെ 23-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ സമയത്ത് മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. അവർക്ക് ധനലബ്ധിയൊക്കെ ഉണ്ടാവും. സ്വന്തം കാര്യത്തിന് ഇഷ്ടം പോലെ ധനം ചിലവാക്കി ധനനഷ്ടങ്ങൾ വരുത്തും, ധനക്ലേശം അനുഭവിക്കും. അന്യരെയൊക്കെ കൂടുതൽ സഹായിക്കും. സ്വന്തക്കാരേക്കാൾ അന്യന്മാരെ കൂടുതൽ സഹായിക്കും. മാതാപിതാക്കൾക്ക് ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകും, ശാരീരിക ക്ലേശങ്ങൾ വർദ്ധിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പരദൂഷണം പറയുന്ന ഒരു സ്വഭാവം ഈ ആഴ്ച അവർക്ക് കുറച്ച് കൂടും. അതവർക്ക് ദോഷങ്ങൾ വരുത്തും. അത് മാനസിക വിഷമം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പരദൂഷണം പറഞ്ഞ് അവരവർക്ക് തന്നെ വിനയാകുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാവും. പിന്നെ കർമ്മമേഖലയിൽ ഗുണമൊക്കെ ഉള്ള സമയമാണ്. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഉറ്റവരുടെ ഇടയിൽ നമ്മൾ പറയുന്ന വാക്കുകൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ, തെറ്റിദ്ധരിക്കപ്പെടാം. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളായിരിക്കില്ല അവർ മനസ്സിലാക്കുക. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടാം, അപമാനിക്കപ്പെടാം. അതുകൊണ്ട് വാക്കുകൾ, പ്രവർത്തികളൊക്കെ ചിങ്ങക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കുക.
ഇനി കന്നിക്കൂറുകാരുടെ ഒരാഴ്ചത്തെ ഫലം. ഉത്തരാവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂറ്. അവർക്ക് ധനച്ചിലവ് വർദ്ധിക്കുന്ന ഒരാഴ്ച. സ്വഭാവത്തിലൊക്കെ ഒരു കാർക്കശ്യം കൂടും. സ്ത്രീകൾ മുഖേന ചില ധനഭാഗ്യങ്ങളും ഉണ്ടാവും. പരോപകാരത്വം കൂടും, പരോപകാരിയായിരിക്കും. പിന്നെ കാര്യങ്ങളിലൊക്കെ ചെറിയ തടസ്സം നേരിട്ടതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ധനവരവിനുള്ള വഴിയൊക്കെ ഉണ്ടാവും. എങ്കിലും തടസ്സങ്ങൾ, ചെറിയ ചെറിയ തടസ്സങ്ങൾ, മനോവിഷമങ്ങൾ, സന്താനങ്ങളെ കൊണ്ടുള്ള ചെറിയ ചെറിയ മനപ്രയാസങ്ങൾ, ഇതൊക്കെ കന്നിക്കൂറുകാർക്ക് അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ്. കർമ്മരംഗത്ത് പുതിയ വഴികൾ തുറന്നു കിട്ടും. പ്രവൃത്തി മേഖല പുഷ്ടിപ്പെടും. എങ്കിലും പിതൃസംബന്ധമായിട്ട് പിതൃക്ലേശങ്ങൾ ഉണ്ടാകും. കുടുംബ ബന്ധങ്ങളിൽ അവരൊന്ന് ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത ചില ബന്ധങ്ങളിലൊക്കെ ചെന്നുപെട്ട് കുടുംബത്തിലെ ചില കലഹങ്ങൾ, അകന്നു നിൽക്കലൊക്കെ ഉണ്ടാകാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് തുലാക്കൂറുകാരെ കുറിച്ചുള്ള കാര്യമാണ്. ചിത്തിരയുടെ അവസാന പകുതി, ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ്. അവർക്ക് കാര്യസിദ്ധി, അർത്ഥലാഭം, പല പ്രകാരത്തിലുള്ള ധനലാഭം. എങ്കിലും ശത്രുക്കൾ മുഖേന ചില ആപത്തുകളും വന്നുപെടാം. എപ്പോഴും വ്യാധി ഭയം, അതായത് രോഗശങ്ക, ഒന്നുകിൽ ചെറിയ ചെറിയ രീതിയിലുള്ള രോഗങ്ങൾ, വയറ് സംബന്ധമായ രോഗങ്ങൾ, ഇതൊക്കെ മുറിവുകൾ, ഇതൊക്കെ തുലാക്കൂറുകാരെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്രതീക്ഷിതമായിട്ട് ഭൂമിയോ ധനമോ ഒക്കെ കൈവശം വന്നു ചേരാനുള്ള ഒരു സമയമാണ്. വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ ഉണ്ടാകാം. കൂട്ടുസംരംഭങ്ങളിൽ ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെ നോക്കുക. പിന്നെ അഷ്ടമത്തിൽ വ്യാഴായതുകൊണ്ട് തന്നെ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അഷ്ടമത്തിൽ ചൊവ്വയാണ്, അപ്പോൾ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ ഇടയിൽ പ്രയോഗിക്കുമ്പോൾ. പിന്നെ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ സാഹസികമായിട്ട് വളരെ പതുക്കെ കൊണ്ടുപോവുക. സാഹസികമൊക്കെ ആയിട്ട് ഓടിക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് പെടാം. കേസുകളൊക്കെ വരാം വാഹന സംബന്ധമായിട്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോവാം. ഇനി അടുത്ത് വൃശ്ചികക്കൂറുകാരെക്കുറിച്ചുള്ള കാര്യം. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറ്. പല വിധത്തിലുള്ള അർത്ഥലാഭം, ധനലാഭം അതാണ്. എങ്കിലും വൃശ്ചികമാണ്, ചന്ദ്രൻ നീചരാശിയിലാണ്. അപ്പോൾ മനോവ്യസനങ്ങൾ, മാനസിക വിഷമങ്ങൾ അനുഭവിക്കാനുള്ള യോഗം. എന്തെങ്കിലും തരത്തിലുള്ള, ചിലപ്പോൾ കാരണമൊന്നുമില്ലാതെ തന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള ചെറിയ ചില കാര്യങ്ങൾ കൊണ്ട് മാനസിക സ്വസ്ഥ കെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. സന്താനങ്ങൾ അകന്നു നിൽക്കാം, അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്ന് യോജിക്കാത്ത തരത്തിലുള്ള സംസാരങ്ങൾ ഒക്കെ കേൾക്കാം. മനസ്സിന് വിഷമമുണ്ടാക്കാം. നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗാതി ദുരിതങ്ങളോ സന്താനങ്ങൾക്കാണെങ്കിലും രോഗാതി ദുരിതങ്ങളോ എന്തെങ്കിലുമൊക്കെ വരാവുന്ന സമയമാണ്. എങ്കിലും സ്ഥാനപ്രാപ്തിയും ഒക്കെ ഉണ്ടാവും. കാര്യങ്ങളിൽ പെട്ടെന്നുള്ള തീരുമാനമൊക്കെ എടുക്കുന്നൊരു സമയമാണ്. പെട്ടെന്നുള്ള തീരുമാനം ഉണ്ടാകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വാഹനം ഉപയോഗിക്കുമ്പോൾ നല്ല ശനിയാണ്, അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആപത്തുകൾ ഒക്കെ വരാൻ ഉള്ള സമയമാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാര്യങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ വരാം. ഇവരുടെ 4ാം ഭാവത്തിൽ ശനിയാണ്. അതുകൊണ്ട് തന്നെ മാതൃസംബന്ധമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ, ഇവരുടെ മാതാവുമായിട്ട് ബന്ധപ്പെട്ട് മാതാവിന് ഒക്കെ ആശുപത്രിവാസമോ അല്ലെങ്കിൽ മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമങ്ങളോ ഒക്കെ അനുഭവിക്കാൻ യോഗമുള്ള ഒരു സമയമാണ്. ഇനി ധനുക്കൂറുകാരെക്കുറിച്ചുള്ള കാര്യമാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. അവർക്ക് വസ്ത്ര ആഭരണ ലാഭമൊക്കെ ഉള്ള സമയമാണ്. ധനലാഭം ഉണ്ടാവും. എങ്കിലും 10ാം ഭാവത്തിലെ കേതുവാണ്, 4ലെ സർപ്പമാണ്. അപ്പോൾ ശത്രുക്കൾ ഒരുപാട് വർദ്ധിക്കും, ശത്രുക്കളുണ്ടാവും. ശത്രുക്കൾ മുഖേന കർമ്മരംഗത്തായാലും ഒക്കെ മനക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ്. 4ലെ സർപ്പം കുടുംബത്തിൽ കലഹങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് കലഹങ്ങൾ ഒക്കെ ഉണ്ടാക്കും. അതൊക്കെ ശ്രദ്ധിക്കുക. എങ്കിലും ഒരു ഊർജ്ജസ്വലതയൊക്കെ കൂടുന്ന സമയമാണ് ധനുക്കൂറുകാർക്ക്. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും എല്ലാ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഇവർക്ക് കഴിയുകയും ചെയ്യും. ഒന്ന് വാക്കും പ്രവൃത്തിയും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ചാൽ മതി. 4ലെ സർപ്പം
കുടുംബത്തിന് വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് 4-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്ന ഈ സമയം. കൂട്ടുകാർക്കിടയിൽ അല്ലെങ്കിൽ കൂട്ടു സംരംഭങ്ങൾക്കിടയിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ഇനി മകരക്കൂറുകാർക്ക് ഈ ഒരാഴ്ച ഉത്രാടത്തിൻ്റെ അവസാന 1/4 ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ്. സഞ്ചാരശീലം, അതായത് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകണം എന്നുള്ള ഒരു താല്പര്യം കൂടും. ബഹുവിധ പ്രകാരേണ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അരിഷ്ടതകൾ അനുഭവിക്കേണ്ട ഒരു സമയമാണ്. എങ്കിലും ധനപരമായിട്ടൊക്കെ ഗുണമാണ്, കർമ്മ മേഖലയ്ക്കൊക്കെ ഗുണമാണ്. എങ്കിലും എന്തോ തരത്തിലുള്ളൊരു മാനസിക വിഷമവും ശാരീരിക ക്ലേശങ്ങളും, എപ്പോഴും രോഗമുണ്ട് എന്നുള്ളൊരു ശങ്കയൊക്കെ എപ്പോഴും ഉണ്ടാവും. സന്താനങ്ങൾക്കാണെങ്കിലും ചെറിയ രീതിയിലുള്ള ശാരീരിക അരിഷ്ടതകൾ വരാവുന്ന സമയമാണ്. ധനലാഭമൊക്കെ ഉണ്ടാവും. ഇവരും വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. 3-ാം ഭാവത്തിലെ സർപ്പമാണ്. അപ്പോൾ 3-ാം ഭാവത്തിലെ സർപ്പം അനുകൂലമാണെങ്കിലും കുറച്ച് ദൃഢനിശ്ചയം, പിടിവാശിയൊക്കെ ഉണ്ടാകും. ഇത് കുടുംബത്തിലും കുട്ടികളുടെ ഇടയിലും ഒക്കെ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇനി അടുത്തത് കുംഭക്കൂറുകാരുടെ കാര്യമാണ്. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം പുരുട്ടാതിയുടെ ആദ്യ 1/4 ഭാഗമാണ് കുംഭക്കൂറ്. ശത്രു അഭിവൃദ്ധി, ശത്രുക്കൾ കൂടും. പിന്നെ വിഷസംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. രാത്രിയൊക്കെ ആയിക്കഴിയുമ്പോൾ ഇരുട്ടത്തേക്കൊക്കെ വെളിച്ചമില്ലാതെ പോകാൻ ശ്രമിക്കരുത്. അഗ്നിസംബന്ധമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളൊക്കെ വരാവുന്ന സമയമാണ്, അതൊക്കെ ശ്രദ്ധിക്കുക. ശത്രു പീഡകളൊക്കെ ഉണ്ടാകുമെങ്കിലും ഈ ശത്രു പീഡകൾക്ക് പരിഹാരം കാണാനും ഇവർക്ക് കഴിയും. ഭൗതിക നേട്ടം ഉണ്ടാക്കാവുന്ന പ്രവൃത്തി മേഖലയിലൊക്കെ ഭൗതിക നേട്ടമൊക്കെ ഉണ്ടാക്കാവുന്ന സമയമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കരുത്. കുംഭക്കൂറുകാർ എടുത്തു ചാടി ഒരു കാര്യത്തിലും പ്രവർത്തിക്കരുത്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ചിലപ്പോൾ നമുക്ക് മനോവിഷമങ്ങൾ ഉണ്ടാക്കാം, നമ്മളെ അവരെ അപമാനിക്കാം. അങ്ങനത്തെ തരത്തിലുള്ള വാക്കുകളൊക്കെ മറ്റുള്ളവരിൽ നിന്ന്, ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാകാം, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ തന്നെ ഉണ്ടാകാം. അതൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് മുൻപേ തീരുമാനിച്ച് പോവുക. നമ്മൾ എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക. നമ്മുടെ വാക്ക് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. എങ്കിലും ഇവരുടെ പ്രവർത്തന മേഖലയിലൊക്കെ ഗുണമാണ്, ഇവർക്ക് ധനപരമായിട്ടും ഗുണമൊക്കെയാണ്. ഇനി അടുത്തത് മീനക്കൂറുകാരെ കുറിച്ചുള്ള കാര്യം. ഉരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതിയാണ്. ഇവർക്ക് വ്യാഴം 3-ലാണ്, ലഗ്നത്തിൽ സർപ്പവും 7-ലെ കേതുവും ഒക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. ഇവരുടെ പങ്കാളിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സന്താനങ്ങളൊക്കെ ആയിട്ട് ഒരു അകന്ന് നിൽക്കുക, അതിനുള്ള യോഗമുള്ള സമയമാണ്. ഒരുപാട് ശത്രുപീഡകൾ, നമ്മളറിയാതെ തന്നെ നമ്മൾ ചെയ്യാത്ത കാര്യത്തിനെ കുറ്റേൽക്കേണ്ടി വരിക, അങ്ങനെ ശത്രുപീഡകൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ്. രോഗാരിഷ്ടതകൾ ഉണ്ടാവുന്ന സമയമാണ്. എങ്കിലും ധനലാഭമൊക്കെ ഉണ്ടാവും. 3-ാം ഭാവത്തിലെ വ്യാഴം ഭൗതിക നേട്ടങ്ങൾ കുറയ്ക്കുമെങ്കിലും ധനപരമായിട്ട് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഇവരുടെ പ്രവർത്തന മേഖലയിൽ പലതരത്തിലുള്ള വിമർശനങ്ങൾ, മനക്ലേശങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ്. അതൊക്കെ മനസ്സിലാക്കി പോവുക. ആരോഗ്യപരമായിട്ട് ചില അലർജി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ശ്വാസമുട്ട് പോലെയുള്ള അസുഖങ്ങൾ ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ഇതൊക്കെ ശ്രദ്ധിക്കുക. അഗ്നിസംബന്ധമായ അല്ലെങ്കിൽ വിഷസംബന്ധമായ കാര്യങ്ങളും ആരോഗ്യരംഗത്ത് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ, കുംഭക്കൂറുകാരെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുട്ടി കഴിഞ്ഞാൽ വെളിച്ചമില്ലാതെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അഗ്നിസംബന്ധമായിട്ടും വിഷസംബന്ധമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല, ചാരവശാലുള്ള ഫലമാണ് എന്നറിഞ്ഞ് കേൾക്കുക. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.